കൊല്ലം കുണ്ടറയിലെ സിയാദ് എന്ന് പറഞ്ഞ ആളുടെ മരണം, അതായത് അതൊരു കസ്റ്റഡി മരണമാണെന്നും അതായത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരാളെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ട് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. കുടുംബം ഈ ഇവരാരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ മരിച്ച സിയാദിന് ഹൈപ്പറൈറ്റിസ് ബാധിച്ചത് കൊണ്ടാണ് മരണം സംഭവിച്ചതെന്നാണ് ഇവർ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടാവുന്നത് ഇങ്ങനൊരു കാരണം കൊണ്ടാണ് മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സിയാദിന് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ള കാര്യം എവിടെ സ്ഥിരീകരിച്ചിട്ടില്ല. മരണകാരണം അതാണെന്ന് എവിടെ സ്ഥിരീകരിച്ചിട്ടുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുമില്ല. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചത് കുടുംബം അതിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അട്രോസിറ്റീസ്, പോലീസിന്റെ അതിക്രമത്തിന്റെ ഒരു ഇര തന്നെയാണ് ശരിക്കും ഈ സിയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ മകള് കരഞ്ഞു പറഞ്ഞു, എൻ്റെ അച്ഛനെ രോഗാതുരനാണ്, അസുഖമുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് അസുഖമുണ്ട്, അസുഖമുള്ള ഒരാളെ സ്റ്റേഷനിൽ കയറി കൊണ്ടിട്ട് ഇടിക്കരുത് എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. ഒരു 13 വയസ്സുകാരനായ ഒരു കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സിയാദിനെ വേട്ടയാടിയത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെല്ലുകയും അദ്ദേഹത്തെ മാരകമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വാരിയലിന് ക്ഷതമേറ്റിട്ടുണ്ടായിരുന്നു, വാരിയലിന് പൊട്ടലുണ്ടായിരുന്നു, നട്ടലിന് പഴുപ്പുണ്ടായിരുന്നു. ആ കുട്ടി പറയുന്ന കാണുക, ആ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യമാണ് ആ കുട്ടി പറയുന്നത്, അല്ല കുട്ടി കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നീട് പോലീസ് ഇതിൻ്റെ മൊഴിയിലൊരു വൈരുദ്ധ്യം വരുത്തി. അതായത് ഇവരുടെ ഒരു സഹോദരൻ്റെ മൊഴിയിൽ നിന്ന് ഇയാൾക്ക് മറ്റെവിടെ നിന്നോ മർദ്ദനമേറ്റതിൻ്റെ പാടുകളാണ് ആ ശരീരത്തിലുള്ളത് എന്നുള്ള നിലയിൽ ഇവരുടെ സഹോദരൻ്റെ ഒരു മൊഴി തിരുത്തി, മൊഴിയിൽ കൂടി ഒരു തിരുത്തൽ വരുത്തി. എന്ന് വെച്ചാൽ തെളിവ് നേരെ ഉൾട്ടയാക്കി. മീൻസ് തെളിവിനകത്ത് പോലും അപ്പം പിന്നെ സഹോദരന്റെ മൊഴി ഉണ്ടല്ലോ, ഇയാൾക്ക് വേറെ ഒരിടത്തുനിന്ന് അടി കിട്ടി, വേറൊരിടത്തുനിന്ന് തല്ല് കിട്ടി, ആ തല്ലിൽ നിന്നാണ് ഈ പരിക്കുണ്ടായത് എന്ന നിലയിലേക്ക് പോലീസ് പോലും അതിനെ ഒരു മൊഴി എന്ന് വെച്ചാൽ കള്ളത്തെളിവ് ഉണ്ടാക്കുക എന്ന് പറയും. കള്ളത്തെളിവ് സിയാദിനെതിരെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിനതിൽ വേറൊരു ആരോപണം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിന് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിരുന്നു, മഞ്ഞപ്പിത്ത രോഗബാധിതനായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മരണകാരണം അക്ഷരാർത്ഥത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നടത്തുന്നതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വരണം. എന്നാൽ ഇതുവരെയായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നതായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ലഭിച്ചിട്ടുമില്ല. അതിൻ്റെ അർത്ഥം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുൻപ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികളായ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം മഞ്ഞപ്പിത്ത ബാധിതനായി മരണപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായി നമ്മുടെ മുന്നിലുള്ളത്. അതിൻ്റെ അർത്ഥം എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ആടിനെ പട്ടിയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, മുഹമ്മദ് കബീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, ആലപ്പുഴ മുഹമ്മദ് സ്വദേശി ഒരു ചെറുപ്പക്കാരനെ പിടിക്കുന്നു. എന്തിനാണ്? അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിക്കെതിരായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അത്രേ. എന്താ മുഖ്യമന്ത്രിക്കെതിരായി? അദ്ദേഹത്തിന് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈദ്യുതി തടസ്സം നേരിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് വിവാദമായപ്പോൾ തിരികെ കൊടുത്തു. ഇവിടെ നമ്മൾ കാണുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക്, 47 വയസ്സുള്ള, അദ്ദേഹത്തിന് കിഡ്നി പേഷ്യൻ്റ് ആണ്, പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്. അയാളുടെ വീട്ടിലേക്ക് പോലീസ് അതിക്രമിച്ച് കയറിയിട്ട് രാത്രിയിൽ പോലീസ് വീട്ടിൽ കയറി ഉപദ്രവിക്കുന്നു. ഗുണ്ടകളായി മാറുകയാണോ? നിന്നെ രാത്രി വീട്ടിൽ കയറി വെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഈ തെരുവ് ഗുണ്ടകൾ കിടന്ന് ആക്രോശിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. നിന്നെ വീട്ടിൽ കയറി ഞാൻ വെട്ടും, കാര്യമൊന്നുമില്ല, വെട്ടാനും കുത്താനും ഒന്നും പോകുന്നില്ല, വേറൊരു കാര്യം, നിന്നെ വീട്ടിൽ കയറി വെട്ടും എന്നൊക്കെ പറയുന്ന പോലെ ഒരു രാത്രിയിൽ കയറി അദ്ദേഹം ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടു. ഇത് സെയിം പ്രശ്നം. വീട്ടിൽ കറണ്ടില്ല, കറണ്ട് കിട്ട് വന്ന സമയത്ത് അദ്ദേഹം പിന്നെ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടു, കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ലൈവ് ഇട്ടു. അത് നമ്മുടെ കേരളത്തിൽ ഏതൊരാൾക്കും പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ ഏതൊരാൾക്കും സംസാരിക്കാനുമുള്ള അവകാശമുണ്ടെന്നേ, പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. എന്താ പ്രതികരിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? കേരളമാണിത്. അത് നരേന്ദ്രമോദിക്ക് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വന്നു കഴിയുമ്പം ചിലപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ഇതുണ്ടാവും, ത്വരയുണ്ടാവും. അപ്പോൾ അതുപോലെ അല്ല കേരളത്തിൽ അതിൻ്റെതായ റൈറ്റ് ഉണ്ട്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവർക്കും ഉണ്ട്, പൊതുജനത്തിനുണ്ട്. കറണ്ടില്ല എന്നുള്ള കാര്യം ഫേസ്ബുക്ക് ലൈവിലൂടെ അയാൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് സംഭവിക്കും? ഉള്ള കാര്യമില്ലേ പറഞ്ഞു, ഇല്ലാത്തതൊന്നും അല്ലല്ലോ.
അതിന് അദ്ദേഹത്തെ വീട്ടിൽ കയറി ആക്രമിച്ചു പോലീസ് നരനായാട്ട് നടത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരാൾ ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നിയ കാര്യം വേറൊന്നുമല്ല. ആ കുട്ടി കരഞ്ഞുകൊണ്ട് അവരുടെ പോലീസിനെ വിളിച്ചിട്ട് ശ്രീജിത്തിനെ വിളിച്ചിട്ട് ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. സാറ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എൻ്റെ അച്ഛന് വയ്യാതിരിക്കുകയാണ്, എൻ്റെ അച്ഛൻ പോയി ഇടിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സമയത്ത് എത്ര നിർവികാരമായിട്ടാണ് ആ പോലീസുകാരൻ പെരുമാറുന്നത് എന്നുള്ളതാണ് ആ കുട്ടിയോട്. എനിക്ക് തോന്നുന്നു 10-12 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. അത് ആ കുട്ടി പറയുമ്പോൾ എത്ര നിർവികാരമായിട്ടാണ് ആ പോലീസുകാരൻ പ്രതികരിക്കുന്നത്. ഇതിന് ആഭ്യന്തര വകുപ്പ് കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ഇവർക്ക് ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടി തീരുവോ? ഇതിന്റെ ഉത്തരവാദിത്വം ഒരാളെ ഏൽക്കണ്ടേ? ശരിക്കും നടന്നിരിക്കുന്ന നരഹത്യയാണ്. ഒരാളെ കൊന്നു, കസ്റ്റഡി മരണമാണെങ്കിൽ ഒരാളെ കൊന്നിരിക്കുകയാണ്. പോലീസുകാർ അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അയാളൊരു പ്രതിയാണ് എന്ന് കോടതി തീരുമാനിച്ചോ? കോടതി പറഞ്ഞോ അയാൾ പ്രതിയാണെന്ന്? ആ പറയുന്ന 13 വയസ്സുകാരൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ഇയാൾ കൊണ്ടുപോയതിൻ്റെ തെളിവുണ്ടോ? കോടതിയിൽ പോയിട്ട് ഈ പറയുന്ന മനുഷ്യനെ കോടതി ശിക്ഷിച്ചോ? ഈ പറയുന്ന 13 വയസ്സുകാരനെ കടത്തിയതിനകത്ത് ഇയാൾക്ക് പങ്കുണ്ട് കോടതി പറഞ്ഞോ? ഇയാളെ കുടുക്കിലാക്കുന്ന എന്ത് റെലവൻസ് ആയിട്ടുള്ള എവിഡൻസ് ആണ് ഇവരുടെ കയ്യിലുള്ളത്? ആ കുട്ടിയെ പിന്നീട് കണ്ടെത്തി. ആ കുട്ടിയെ കിട്ടി. ആ കുട്ടിക്ക് പോലും അറിയില്ല ഈ പറയുന്ന മനുഷ്യനെ. അല്ലെങ്കിൽ ഈ മനുഷ്യൻ അതിനകത്ത് തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്ന ഒരു സാധനം എങ്ങനെ ഇയാളുടെ പേര് സ്റ്റാൻഡ് ചെയ്യും? എങ്ങനെ നിലനിൽക്കുന്ന കേസാണത്? അപ്പം പുള്ളിക്കെതിരെ തെളിവുകളില്ല, പുള്ളിയെ കോടതി കുറ്റക്കാരനാക്കിയിട്ടില്ല, പുള്ളിയെ ശിക്ഷ വിധിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ ഒരു പാവപ്പെട്ട മനുഷ്യനെ വീട്ടിൽ കയറി പിടിച്ചോണ്ട് പോവുക, അവരുടെ ഭാര്യയുടെയും മക്കളുടെ മുന്നിലിട്ട് അയാളെ ഉപദ്രവിക്കുക, ആ ഉപദ്രവിച്ചതിന് ശേഷം വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഗുരുതരമായി മർദ്ദിക്കുക, അയാൾ രോഗബാധിതനാണ് എന്ന് അറിഞ്ഞിട്ട് കൂടി വീണ്ടും പോലീസുകാർ ആ ശരീരത്തിൽ കയറി ഇറങ്ങും. ഒരു മനുഷ്യ ശരീരമല്ലേ നീ? അല്ലെ, പണ്ട് ഉരുട്ടിക്കൊല ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ. രാജൻ കൊലക്കേസ് ഇപ്പോഴും കിടക്കുകയാണ് നമ്മുടെ മുന്നിൽ ഒരു വാള് പോലെ, മലയാളിയുടെ എല്ലാവരുടെയും മനസാക്ഷിയെ കുത്തി നോവിച്ചുകൊണ്ട്. ഇവിടെ നമുക്കറിയാം, കരുണാകരന്റെ പോലീസ് കൂത്തുപറമ്പിൽ നടത്തിയ വെടിവയ്പ്പിനെ കുറിച്ച് അറിയാം. 5 CPM DYFI പ്രവർത്തകരാണ് പോകുന്നത്. പുഷ്പൻ, അന്ന് പരിക്കേറ്റ പുഷ്പൻ ഈ അടുത്ത സമയത്തല്ലേ മരണപ്പെട്ടു പോയത്, രക്തസാക്ഷിയായെന്ന് പറയുന്നത്. ശരി, ഇത്ര കാലം ജോലി കഴിഞ്ഞ് ലീവിന് വന്നായിരുന്നു അദ്ദേഹം. ലീവിന് വന്ന സമയത്ത് സമരത്തിലേക്ക് പങ്കെടുത്തു. അവിടെ വെച്ച് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നു. കിടപ്പായിരുന്നില്ലേ? 19 വർഷക്കാലം ഒരു മനുഷ്യൻ കിടക്കാന്ന് പറയുന്ന ആലോചിച്ച് നോക്ക്. അങ്ങനെ കിടത്തിയതാരാണ്? ഈ നാട്ടിലെ പോലീസ് സംവിധാനമാണ്, ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പാണ്, ക്രമസമാധാന പാലനക്കാരനാണ് ഒരു കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാക്കിയത്. ഇവിടെ ആലോചിച്ച് നോക്കുള്ളൂ. ഉദയകുമാർ, ഗാന്ധി പാർക്കിൽ പണിയും കഴിഞ്ഞ് വന്നിരുന്ന ഒരു മനുഷ്യനാണ് ഉദയകുമാർ. ഒരു കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓണസമയത്താണ് അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോവുകയാണ്. എന്നിട്ട് ഈ ഓണത്തിന് കള്ളും കുടിച്ചോണ്ട് ഈ പോലീസുകാരെല്ലാം ആ പാവപ്പെട്ട മനുഷ്യന് നെഞ്ചത്ത് കയറി നിരങ്ങി. ഏറ്റവും ഒടുവിൽ മരിച്ചു. പോയതാർക്കാ? പാവപ്പെട്ട ഒരു അമ്മയ്ക്ക്. മോനിപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് കാത്തിരുന്ന പാവപ്പെട്ട ഒരു അമ്മയ്ക്കാണ് ഒരു മകനെ നഷ്ടപ്പെടുന്നത്. ആ അമ്മ നിയമത്തിന്റെ ഏതറ്റം വരെയും പോയി. എന്തുകൊണ്ട് സംഭവിച്ചു? പോലീസുകാർ കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ടവനെ പിടിച്ചോണ്ട് പോയിട്ട് അവന്റെ നെഞ്ചത്ത് കുതിരകാറിലാണോ പോലീസിന്റെ ഈ നാട്ടിലെ പണി? നമ്മളെന്താ ആലോചിക്കാതെ? അതിനെല്ലാം അത് UDF സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ ഒരു സംഭവം നടക്കുന്നത്. ഇവിടെ മുത്തങ്ങ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് AK ആന്റണി അധികാരത്തിലിരിക്കുന്ന സമയത്താണ് മുത്തങ്ങയിൽ വെടിവെപ്പുണ്ടാകുന്നത്. ആ വെടിവെപ്പ് ജോഗി എന്ന് പറയുന്ന ഒരു ആദിവാസി പയ്യൻ അവിടെ മരണപ്പെട്ടു. ആരുത്തരവാദിത്തം പറയും? എന്നിട്ട് ആ നാട്ടിൽ കയറിയിട്ട് ആ മനുഷ്യരെന്ന് പോലും കണക്കാക്കാതെ തെരുവ് പട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് പോലീസ് അന്ന് കയറി അവിടെ നിരങ്ങിയത്. AK ആന്റണിയുടെ പോലീസ്. അന്ന് വനംവകുപ്പ് മന്ത്രി K സുധാകരനായിരുന്നു. അങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ട്. AK ആന്റണിയുടെ കാലത്ത് ശിവഗിരി ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമത്തിൽ ചെറിയ തർക്കം ഉണ്ടായി. അവര് തമ്മിലുള്ള തർക്കമാ. അന്ന് എന്താ സംഭവിച്ചത്? ഇവിടെ നിന്ന് പോലീസ് സേനയൊന്നും അവിടെ ശിവഗിരിയിൽ. നമ്മൾ ആലോചിച്ച് നോക്കും, ശിവഗിരിയെ എത്ര പവിത്രമായിട്ടാണ് പലരും കാണുന്നതെന്ന്. ആ ശിവഗിരിയിലേക്ക് പോലീസുകാർ ഇരച്ചു കയറിയിട്ട് അവിടുത്തെ സന്യാസി വര്യന്മാരെ ഉപദ്രവിച്ചു. ഇതും കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവമാണ്. അപ്പം എല്ലാ കാലഘട്ടവും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ പോലീസ് അട്രോസിറ്റീസ്, അതായത് പോലീസിന്റെ അതിക്രമം ഉണ്ടായിരിക്കുന്നത് UDFന്റെ കാലഘട്ടത്തിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു പോകും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ പറയുന്ന സിയാദിന്റെ അവസ്ഥയെന്ന് ആലോചിച്ചു. ആ കുടുംബമല്ലേ അനാഥമായത്? അവിടെ ആരാണ് ചോദിക്കാനും പറയാനുള്ളത്? ഇവിടെ മന്ത്രിമാർ വന്നിട്ട് കൈ കഴുകുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഒരാളുടെ മരണകാരണം ഹെപ്പറ്റൈറ്റിസ് B ആണെന്ന് സ്ഥിരീകരിക്കാൻ ഇവരൊക്കെ ഡോക്ടറേറ്റ് എടുത്തവരാണോ? MBBS എടുത്തവരാണോ? വക്കീലന്മാരായിരിക്കും. കാര്യം ശരിയാ. ഒരു എളുപ്പവും ഇല്ലാതെ വന്നിരുന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് സത്യം പറഞ്ഞാലും വിഷമം തോന്നിപ്പോയെന്നേ. വന്നിരുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് B ബാധിച്ചിട്ടാണ് അയാളുടെ മരണപ്പെട്ടതെന്ന്. അങ്ങനെ മരിക്കുന്ന ആളുടെ നട്ടലിന് എങ്ങനെ ഈ പറയുന്ന പഴുപ്പ് കയറുന്നത് എങ്ങനെയാ? അതായത് വാരിയലിന് എങ്ങനെ പൊട്ടലുണ്ടാവുന്ന തകരാറ് സംഭവിക്കുന്നത് എങ്ങനെയാ?
ഇതെന്താ പിന്നെ പറയാതെ അത് തന്നെയാണ് കുടുംബം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബം ചോദിക്കുന്ന ചോദ്യവും അതാണ്. അതെങ്ങനെ നിങ്ങൾ സ്ഥിരീകരിച്ചു, അതാണ് മരണ കാരണം എന്ന് എങ്ങനെ ഈ പറയുന്ന മന്ത്രിസഭ തീരുമാനിച്ചു എന്നാണ് കുടുംബം അവര് കൂടിയിരുന്നങ്ങ് തീരുമാനിക്കല്ലേ. കാര്യം എന്താ, പോലീസിനെ രക്ഷപ്പെടുത്തണം. കാര്യം CPM-ന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇവിടുത്തെ പിന്നെ ഒരു ബസ്സിന്റെ നവകേരള സദസ് എന്ന് പറയുന്ന പരിപാടി അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ സമയത്ത് ആ ബസ്സിന്റെ മുന്നിലേക്ക് ചാടിയവരെ അദ്ദേഹത്തിന്റെ ഗൺമാന്മാർ ആക്രമിച്ചു. അത് അവരുടെ ഡ്യൂട്ടിയാ ചെയ്തത്. വാഹനത്തിന് മുന്നിലേക്ക് കരിങ്കൊടിയായിട്ട് വന്നവരെ പോലീസ് അടിച്ചു. ആ അടിച്ച കേസ് എന്ത് വിവാദമായെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും അത് വിവാദത്തില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് തിരുത്തിയെന്ന് ആരോപിച്ചിട്ട്, അല്ലെങ്കിൽ റിപ്പോർട്ട് തിരുത്തിയെന്നുള്ള കേസിലല്ലേ പിന്നെ ADGP MR അജിത് കുമാറിനെ രാജിവെപ്പിച്ചത്, അല്ലെ അയാളെ സസ്പെൻഡ് ചെയ്തത്. ആ കേസിനകത്ത് തിരിമറി നടത്തിയെന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഇതിനകത്ത് എന്തായിരിക്കും ആക്ഷൻ എടുക്കുക? ഡിസിപ്ലിനറി ആക്ഷൻ, വെറുതെ സസ്പെൻഷൻ കൊടുത്താൽ മതിയോ? ഇത് നരഹത്യയാണ്. കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. ഒരു മനുഷ്യനെ കൊന്നു, അയാളുടെ ജീവിക്കാനുള്ള സർവ്വ അവകാശങ്ങളെയും തട്ടിത്തെറിപ്പിച്ചു, ഒരു കുടുംബത്തിന്റെ അത്താണി ഇല്ലാതാക്കി. ആ കുട്ടി ബോൾഡാണ്. എനിക്ക് ആ കുട്ടിയോട് സത്യം പറഞ്ഞ ബഹുമാനമുണ്ട്. ആ കുട്ടി വളരെ കൃത്യമായി ഫോൺ ചെയ്ത് ചോദിച്ചു, നിങ്ങൾ ഉപദ്രവിച്ചില്ലേ? ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ അച്ഛനെ ഉപദ്രവിക്കരുത്, അടിക്കരുത് എന്ന് പറഞ്ഞതല്ലേ? അച്ഛന് വയ്യാതിരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞില്ലേ എന്ന് ആ കുട്ടി തൻ്റെ ഇടത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. ആ കുഞ്ഞ് ബോൾഡ് തന്നെയാണെന്നേ. ഇനി ആ കേസ് മുന്നോട്ട് പോകണം. കേസ് മുന്നോട്ട് പോയി ഈ നരാധമനെതിരെ, അങ്ങനെ ഞാൻ പറയൂ, ഈ നരാധമനെതിരെ കേസെടുക്കണം. കേസെടുത്ത് നരഹത്യക്ക് ഇവനെ പിടിച്ച് അകത്തിടണമെന്നേ. ഇവൻ അനുഭവിക്കട്ടെ അങ്ങോട്ട് കുറെ കാലം. അവനും കുടുംബമുണ്ട്. കാര്യം ശരിയാ. ഇവിടെ ഈ ഒരു കുട്ടിയും ഒരു കുടുംബം ഇവരെ പോലെ വലിയ സമ്പന്നരതി ജീവിക്കുകയോ അല്ലെ പിന്നെ വലിയ അധികാരത്തിന്റെ ഈ പറയുന്ന ആൾ കൈക്കൂലി മേടിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ? ഈ പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിച്ച് ഇയാളെ അപകടത്തിൽപ്പെടുത്തിയല്ലാന്ന് എവിടെ പോയി ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. സിയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു പോലീസ് അനാവശ്യമായി പിടിച്ചോണ്ട് പോയി മർദ്ദിച്ചു കൊന്നിട്ടും ലീഗുകാർ മിണ്ടുന്നില്ലല്ലോ. ഇവിടെ മുസ്ലിം SDP ഉണ്ട്, പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, ലീഗുണ്ട്. ഇവരാരും മിണ്ടുന്നില്ല. ഇവർക്കാർക്കും അക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് മൊഴി തിരുത്തി, അവരുടെ ചേട്ടൻ കൊടുത്ത മൊഴി തിരുത്തി എന്ന് ചേട്ടൻ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ എന്താണ് ഈ കാണിക്കുന്നത് മനസ്സിലാവാത്തത്? ഒരു പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഉള്ളത്, അതോ അനാവശ്യമായ കുറ്റത്തിന് ഒരാളെ പിടിച്ചിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അയാളെ കൊല വിളിക്കാൻ വേണ്ടിയുള്ളതാണോ? നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ടെന്നേ, നിരവധി ഉദാഹരണങ്ങൾ. ഈ പറയുന്ന സർ CP ദിവാന്റെ കാലഘട്ടത്തിൽ നിന്നുള്ള പോലീസ്, ഈ അങ്ങനെ ഒരു പേരുണ്ട്, എത്ര രൂപ പോലീസ് എന്ന് പറയുന്ന ഒരു പേരുണ്ട് ഇവർക്ക്. ആ പോലീസ് കാലഘട്ടത്തിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല നമ്മുടെ പോലീസ്, ഇതുവരെ മാറിയിട്ടില്ലെന്ന് വേണം കരുതാൻ. നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന VS അച്യുതാനന്ദന്റെ കാലേ കൂടെ ബയണറ്റ് കുത്തിയിറക്കിയ പോലീസുകാരുടെ ആ മനോഭാവത്തിൽ നിന്ന് ഒരു ഇഞ്ച് മാറിയിട്ടില്ല നമ്മുടെ പോലീസിന്റെ മനോഭാവം, ഒരു ശകലം മാറിയിട്ടില്ല. ഇവിടെ ഒരു മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് പോലീസ് അതിക്രമത്താൽ ചോര പുരണ്ട ഷർട്ടും പൊക്കി പിടിച്ചുകൊണ്ട് നിയമസഭയിൽ കയറുന്ന പ്രസംഗിക്കേണ്ട ഗതികേട് വന്നതിന്റെ അവസ്ഥ എന്തായിരുന്നു? പോലീസ് അട്രോസിറ്റി. പറയുന്ന കരുണാകരൻ അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയാ. ഇവിടെ 75-ലാന്ന് തോന്നുന്നു ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാലത്ത്. ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ CPM-കാരെ അടക്കം ഇടിച്ച് പിഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് കയറ്റിയിട്ടിട്ട്. ആ സമയത്താണ് പിണറായി വിജയൻ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ചോര പുരണ്ട ഉടുപ്പും പൊക്കി പിടിച്ചുകൊണ്ട് നിയമസഭയിൽ ഒന്ന് പ്രസംഗിക്കേണ്ട അവസ്ഥയുണ്ടായത്. അതിൽ നിന്ന് ഒരു ഇഞ്ച് മാറിയിട്ടില്ല നമ്മുടെ പോലീസ് സേന. ഇപ്പോഴും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ നിഷ്ഠൂര മൃഗം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യന് പോലും ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ ആലോചിച്ച് ഒരു ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടതിന് ഒരുത്തിനെ പോലീസ് പിടിക്കാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ഫേസ്ബുക്കിൽ കറണ്ട് ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട ഒരാളെ പോലീസ് ഇടിച്ച് ഇഞ്ചപരിവാക്കുന്നു, പിടിച്ചോണ്ട് പോകുന്നു. അയാൾക്ക് കിഡ്നി പേഷ്യന്റ് ആണ്, വീൽ ചെയറിലാണ് പോകുന്നത്. അദ്ദേഹം അവിടെ പോയി ആശുപത്രി ചികിത്സ തേടിയെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണോ നമ്മൾ ഇനി ഒരു 5 വർഷക്കാലം അനുഭവിക്കേണ്ടത്? എന്ത് സുരക്ഷിതത്വം ഉണ്ട്? തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ലെന്നല്ല, തെറ്റ് ചെയ്തു എന്ന് ഉറപ്പ് പോലും ഇല്ലാതാണ് പിടിച്ചോണ്ട് പോകുന്നത്, ഇത്ര ഉപദ്രവിക്കുന്നതും. എന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കുറ്റബോധവും ആർക്കും ഇല്ല. തെറ്റ് ചെയ്തു, ഒരാളെ പ്രതിയാണ് എന്ന് തന്നെ കരുതുക. ആ പ്രതിയെ കൊണ്ടുവന്ന് ഇടിച്ചു പിഴിയുന്നതാണോ ഈ പ്രതി എന്ന് പറയുന്ന വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കണം. അതായത് ഒരു കോടതി പ്രതിയാണ് അല്ലെങ്കിൽ അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതിയുടെ വിധി വന്നതിന് ശേഷം മാത്രമേ ഒരു വ്യക്തിയെ പ്രതി എന്ന് വിളിക്കാൻ നമുക്ക് അവകാശമുള്ളൂ. അതിനു മുന്നേ നമ്മളിപ്പോ പക്ഷെ മാധ്യമങ്ങൾ പോലും ചിലപ്പം ഈ പറയുന്ന കസ്റ്റഡിയിൽ എടുത്ത ഉടനെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ പറയും പ്രതിയെ കസ്റ്റഡിയിലെടുത്തു, പ്രതിയെ പിടിച്ചു എന്ന് പറയും. പക്ഷെ നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ല. അതെ, ഈ പറയുന്ന പോലെ നമുക്ക് ചിലരെ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ ജീവനോട് ഇരിക്കേണ്ടവരല്ല എന്ന് തോന്നൽ നമുക്കുണ്ടാവും. നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊന്ന് അവൻ്റെ പേര് അർഷാദ് എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് ഒരു കുഞ്ഞിനെ
പിന്നെ കൊന്നത്, രണ്ടാനച്ഛൻ പിന്നെ 1.5 വയസ്സ് എന്തോ ഉള്ള ഒരു കുഞ്ഞിനെ അടിച്ചു കൊന്നത്. നമ്മൾ ആ കുട്ടിയുടെ ചിത്രങ്ങളൊക്കെ വൈറലായതാണ്. ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഒരാൾ, അവനെ കാണുമ്പോൾ മനുഷ്യന് തോന്നും ഇവനെ അങ്ങ് കൊല്ലാ കൊള്ളാം എന്ന് എല്ലാവർക്കും തോന്നും. പക്ഷെ ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ കിട്ടുന്ന, ഒരു പോലീസുകാരന്റെ കയ്യിൽ കിട്ടുന്ന ഏതൊരു വ്യക്തിയുടെ ജീവന് സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് കൂടി പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതെ, നമ്മളായാലും ഈ പറയുന്ന പോലെ ഇവരെ ഈ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സമയത്ത്, നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, പോലീസ് അതിനെ തടയുന്ന സമയത്ത് നമ്മൾ പറയും ഈ പോലീസുകാർക്ക് എന്താ സാധാരണക്കാരായ എല്ലാവരും പറയുന്നത് അവന് 2 എണ്ണം കിട്ടണമെന്ന് പറയും. പക്ഷെ പോലീസിന് അവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട്, അവരുടെ ജീവൻ സംരക്ഷിക്കണമെന്നുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം കാണിക്കാതെ ഒരാളെ പിടിച്ചോണ്ട് വരിക, ഇപ്പൊ ഇതിനകത്ത് ലോക്കപ്പിലിടുക, അടിച്ച് ഇല്ലായ്മ ചെയ്യുക, ഇതൊക്കെ അനീതിയാണ്. ഇത് കാട്ടുനീതിയാണ്. ആ കാട്ടുനീതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുക്കാലണയോ അങ്ങനെ എന്തോ പറയുന്ന ഒരു പോലീസ് എന്നാണ് പറയുന്നത്. ആ പോലീസിൽ നിന്ന് നമ്മുടെ കേരള പോലീസിന് ഇതുവരെ മാറ്റം സംഭവിച്ചിട്ടില്ല. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ജനമൈത്രി പോലീസിംഗ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരുന്നത്. അതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ എല്ലാവർക്കും പേടിയാണെന്നേ. ഒരാൾക്ക് പരാതി പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അവനെ മറ്റേ മോനെന്നാണ് വിളിക്കുന്നത് ഈ പോലീസ്. അതെ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തെറി വിളിച്ചോണ്ടായിരിക്കും അവർക്ക് പിന്നെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. പരാതി പറയാൻ പോലും അവരൊക്കെ പോകാൻ പറ്റില്ല. പ്രായം നോക്കാതെ തെറി വിളിക്കുക. ഒരാൾ പരാതി അല്ലാനോ ഇവിടെ എന്നൊക്കെയാണ് ഒരു സീനിയർ സിറ്റിസണോ ഒരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്ന ഇപ്പൊ മാറ്റം വന്നത് അവിടെ വോയിസ് ക്യാച്ച് ചെയ്യുന്ന ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടാണ്. ഇതൊക്കെ ഇവർ ഓഫ് ചെയ്യുന്നേ, ഇതൊക്കെ ഇവർ ഓഫ് ചെയ്തിടും. ഇത് ഇവരുടെ കയ്യിലല്ലേ സിസ്റ്റം. ഇതിന് കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ ഇവർ ഓഫ് ചെയ്തിട്ടാണ്. ലോക്കപ്പിനകത്ത് CCTV വേണമെന്നാണ് പറയുന്നത്. ലോക്കപ്പിലേക്ക് ക്യാമറ വെച്ചേക്കും. ഇവരത് കട്ട് ചെയ്തിട്ട് അതിനകത്തിട്ടിടിക്കും. ഇവർക്കിത് പറ്റാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഇവർ പോലീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറേണ്ടതുണ്ട്. കാലഘട്ടം അനുസരിച്ച് ജനങ്ങളുമായി അടുത്തിടപഴകിക്കൊണ്ട് മാറേണ്ട സാഹചര്യമുണ്ട്. ഇവിടെ ഇതിനേക്കാൾ അപ്പുറം തോന്നിവാസം കാണിച്ചിട്ടുള്ളവരെ പോലീസുകാർ ഉമ്പോലിച്ച് കൊണ്ട് നടക്കുന്നുണ്ട്, എടുത്ത് തോളെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ വൃത്തികേട് കാണിച്ച രാഷ്ട്രീയ നേതാക്കന്മാരെ എടുത്ത് അവരുടെ മുന്നിൽ നിന്ന് സല്യൂട്ട് ചെയ്തിട്ടാണ് എടുത്ത് തോളെ വെച്ച് നടക്കുന്നത്. അവരോടൊന്നും കാണിക്കാതെ എന്താ അല്ലേ? അവരോട് കാണിക്കാതെ എന്താ? വിവരം അറിയും. അവരെ തൊട്ടാ വിവരം അറിയും പോലീസ്. അതുകൊണ്ടാണ് ഇയാളൊരു പാവപ്പെട്ടവനായതുകൊണ്ടല്ലേ, കൊന്നാ ചോദിക്കാനും പറയാനോ ആരോ ഇല്ല എന്ന് പറയുന്ന ഒരു തോന്നലുള്ളതുകൊണ്ടാണ് ഇമാര് തോന്നിവാസം കാണിക്കുന്നത്. പീഡന കേസ് പ്രതിയെ പോലും തോളെ കൈയിട്ട് നടക്കുന്നവരെ എടുത്ത പോലീസുകാര്. അന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം പിന്നെ ഡോക്ടർ റാം പിന്നെ ഏതാ മറ്റേ ആ കുട്ടിയുടെ പേര് നിതിന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ചോദിച്ചെന്തുവാ, നിങ്ങൾ ആ പ്രതിയുടെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാനല്ല, അതല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് പറയുന്നത്. കോടതി വരെ പറയേണ്ടി വന്നു, ഹൈക്കോടതി പറയേണ്ടി വന്നു. കോടതിയുടെ നിരീക്ഷണതല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ എന്താ പറയാ, അത്യാവശ്യം സമൂഹത്തിൽ വിലയുള്ളവന്റെ കൂടെ കയറുന്ന ഭക്ഷണം കഴിക്കാം. അവൻ കാണിച്ച് നെറികേടെന്താ, ഒരു കുട്ടിയുടെ ജീവൻ അപഹരിച്ചു എന്നുള്ള ഈ പ്രതിസ്ഥാനത്തിരിക്കുന്ന ഒരാളാണെന്നേ. ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് കുട്ടിയെ അപഹസിച്ചായിട്ട്. ഒരു കുട്ടി മരിച്ചിരിക്കുകയാണ്. ആ കൊലപാതകി വ്യക്തമായ തെളിവുണ്ടായിട്ട് കൂടി അവന്റെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുക പോലീസുകാർ. ഇതാ പറഞ്ഞേ, രണ്ട് നീതിയാണ് നടപ്പിലാക്കുന്നത്. സാധാരണക്കാരനെ എങ്ങനെയും ചെയ്യാം, എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരു പോലീസിന്റെ നിയമവും, മറ്റ് അത്യാവശ്യം കാശും പുത്തനും ഒക്കെ ഉള്ള സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയുള്ളവന്റെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്ന വേറൊരു നീതിയും. കെ മഹേശൻ എന്ന് പറയുന്ന ഒരാൾ SNDP യോഗത്തിന്റെ പിന്നെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരാൾ, പുള്ളി ആത്മഹത്യ ചെയ്തില്ലേ? ആത്മഹത്യയുടെ യഥാർത്ഥ കാരണക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം, വെള്ളാപ്പള്ളി നടേശനാന്ന്. കയറും അങ്ങോട്ട്. വെള്ളാപ്പള്ളി നടേശന്റെ മുറ്റത്ത് ചവിട്ടി ആ ബൂട്ടിട്ട കാലം കൊണ്ട് ചവിട്ടി ചെയ്യുന്നോണ്ടേ വാ വെള്ളാപ്പള്ളി ഇറങ്ങുന്ന പറയാൻ ധൈര്യം ഉണ്ടോ ഒരു പോലീസുകാരന്? വിവരം അറിയും. പിറ്റേ ദിവസം അയാൾ ആ സർവീസിൽ കാണത്തില്ല. പിറ്റേ ദിവസം കാണത്തില്ല. അതാണ് തിരുവനന്തപുരത്ത് നിന്നിട്ട് ജേർണലിസ്റ്റ് നട്ടല് നിർത്തി നിന്നിട്ട് ചോദിക്കുക, എന്നെ അറിയാവോ, ഞാൻ ആരാന്ന് ഇയാൾക്ക് അറിയാവോ എന്ന് പോലീസുകാരോട് ചോദിച്ചു നോക്ക്. അവിടെ കഴിയും. അത്രേ ഉള്ളൂ. പക്ഷെ സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കുതിര കയറാൻ പോലീസുകാർ കാണിക്കുന്ന ഒരു ഉദ്വേഗം, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാകട്ടെ ഇത് എന്ന് നമുക്ക് പ്രത്യാശിക്കാനേ പറ്റൂ. കാരണം ഒരു കുടുംബം അനാഥമായി, ഇനി ഒരു കുടുംബവും പോലീസുകാർ കാരണം അനാഥമാകാൻ പാടില്ല. അതിന് കഴിവുണ്ടെങ്കിൽ ഈ പറയുന്ന നാട് നീളെ നടന്ന് തൂഫാനുമായിട്ട് നടക്കുന്ന ഈ അല്ലെങ്കിൽ പിന്നെ ഈ പുതിയ പദ്ധതിയുമായി പ്രോജക്റ്റ് സീറോ എന്ന് പറഞ്ഞിട്ടൊക്കെ നടക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ചെയ്യുക. ഈ പറയുന്ന ആ കൊലപാതകത്തിൽ കുറ്റക്കാരനായ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുകയല്ല, പിന്നെ ഈ പറയുന്ന പോലെ കേസെടുത്ത് എൻക്വയറി നടത്തി തെളിവുകൾ ഹാജരാക്കി പുള്ളിയെ പിടിച്ച് അകത്തിടാനുള്ള കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ മേടിച്ചു കൊടുക്കാനുള്ള നട്ടല്ലുറപ്പാണ് ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി കാണിക്കേണ്ടത്.